ഇതാണ് ക്യാമലിയൻ അൾട്ര. ഇതൊരു RFID NFC ടൂളാണ്. ഈ ടൂൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RFID കാർഡുകളും ടാഗുകളൊക്കെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ക്ലോൺ ചെയ്യാനും എമുലേറ്റ് ചെയ്യാനും പറ്റും. ഇത് RFID NFC ടൂളുകളിൽ അഡ്വാൻസ് ആയിട്ടുള്ള ടൂളാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡ് ലോൺ ഡിവൈസും കൂടിയാണ്. സ്റ്റാൻഡ് ലോൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തൊരു MC ഉണ്ടായിരിക്കും, അതുപോലെ ഫേംവെയർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫേംവെയർ എന്ന് പറയുന്നത് മോർ അഡ്വാൻസ്ഡ് ആണ്. അതായത് നോർമലി RFID NFC ടൂളുകളെക്കാളും ഫാസ്റ്ററായിട്ട് RFID NFC ടാഗുകളൊക്കെ റീഡ് ചെയ്യാനും അതുപോലെ തന്നെ അതിനകത്തുള്ള ഇൻഫർമേഷൻസ് ഡീകോഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരു അഡ്വാൻസ് ടൂൾ എന്ന് വിളിക്കുന്നത്. ക്യാമലിയൻ അൾട്ര കാണാൻ വളരെ ചെറുതാണെങ്കിലും ഏകദേശം 9,500 രൂപ ഇതിന് വില വരും. ഇപ്പോൾ ഞാനിത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം 5,000-6,000 രൂപയ്ക്ക് എനിക്കിത് വാങ്ങിക്കാണ്ട് പറ്റി. അപ്പോൾ ഈ ടൂളിനകത്ത് നമുക്ക് ഏകദേശം 8 കാർഡുകളോളം സേവ് ചെയ്ത് വെക്കാണ്ട് പറ്റും. ഇവിടെ കാണുന്ന ഈ 8 നമ്പർ എന്ന് പറയുന്നത് 8 സ്ലോട്ടുകളാണ്. അതായത് നമ്മൾ റീഡ് ചെയ്ത് വെക്കുന്ന ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ലോട്ടുകളാണ്. അപ്പോൾ ഇതിനകത്ത് LED ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്, Aയും Bയും. അപ്പോൾ ഈ ഓരോ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള സ്ലോട്ടുകൾ ചേഞ്ച് ചെയ്യാണ്ട് പറ്റും. അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എമുലേറ്റിലേക്ക് പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു സ്റ്റാൻഡ് ലോൺ ഡിവൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെ നമുക്കിതിനെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്യാമലിയൻ അൾട്ര GUI എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും വിൻഡോസിലും മാക്OSലും അതുപോലെ ലിനക്സിലേക്ക് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് ഉപയോഗിച്ചാണ് ഇതിനെ വയർലെസ്സിൽ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ്രോയിഡിലും iOSലും മാക്OSലൊക്കെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാണ്ട് പറ്റും. പക്ഷേ വിൻഡോസിലെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാണ്ട് കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ വേറൊരു രീതിയിൽ കൺട്രോൾ ചെയ്യാണ്ട് പറ്റും. അതായത് ഇതിൻ്റെ USB പോർട്ട് വഴി നമുക്ക് USB ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാണ്ട് പറ്റും. സോ ഇതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസിൽ നമുക്ക് ആപ്പ് ഉണ്ട്, ക്യാമലിയൻ അൾട്ര GUI എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ക്യാമലിയൻ അൾട്ര GUI എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ സെയിം UI തന്നെയാണ് ആൻഡ്രോയിഡിലും iOSലും മാക്OSലൊക്കെ എല്ലാത്തിലും ഉള്ളത്. അപ്പോൾ ഇത് USB ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അത് ഡിറ്റക്റ്റ് ആവും. ഡിറ്റക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റിഫ്രഷ് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാമലിയൻ അൾട്ര കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് USB ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കോംബോർഡിലാണ് കാണിക്കുന്നത്. ബ്ലൂടൂത്ത് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കാണിക്കും. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമലിയൻ അൾട്രയുടെ സ്ലോട്ടുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആരോ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സ്ലോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ സ്ലോട്ടും നമുക്ക് മാറ്റാണ്ട് പറ്റും. അപ്പോൾ ഈ 3 സ്ലോട്ടിൽ ഞാൻ ഓൾറെഡി റീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റകളുണ്ട്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് 4th സ്ലോട്ടിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാണ്ട് പറ്റും സ്ലോട്ട് മാനേജർ, സേവ്ഡ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ഓപ്ഷൻസ് കാണാണ്ട് പറ്റും. അപ്പോൾ ഇതിൽ റീഡ് കാർഡ് കൊടുത്തിട്ട് ഞാനൊരു കാർഡ് റീഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ എൻ്റെ തന്നെ ഒരു കാർഡ് റീഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് എൻ്റെ തന്നെ ഒരു ATM കാർഡാണ്. അപ്പോൾ ഈ ഒരു ATM കാർഡിൽ ഇത് RFID NFC കാർഡുകളിൽ ഇത് ഹൈ ഫ്രീക്വൻസി കാർഡാണ്. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി കാർഡ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഞാൻ റീഡ് കൊടുക്കാൻ നേരത്ത് ഇതിനകത്ത് ആ ഇൻഫർമേഷൻസ് വരുന്നത് കാണാനായിട്ട് പറ്റും. വളരെ ചെറിയ സെക്കൻഡ് കൊണ്ടാണ് ഇത് ഇത്രയും ക്രാക്ക് ചെയ്തെടുത്തേക്കുന്നത്. അതായത് ഇതിനകത്ത് ഈ ഒരു കാർഡിനകത്തുള്ള ഇൻഫർമേഷൻസ് റീഡ് ചെയ്തിട്ട് അത് ഡീകോഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ട് റൈറ്റ് ചെയ്യാണ്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ എമുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം യൂട്യൂബ് ഇതൊരു ഗൈഡ് ലൈൻ സ്ട്രൈക്ക് തരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ കാണിച്ച പോലെ മറ്റുള്ള ATM കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒന്നും ക്ലോൺ ചെയ്യാനോ എമുലേറ്റ് ചെയ്യാനോ ഒന്നും പോകരുത്, കാരണം അത് ഇല്ലീഗലാണ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വേറൊരു RFID കാർഡില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ATM കാർഡ് എടുത്ത് കാണിച്ചത്. സോ നിങ്ങൾ പെർമിഷൻ ഇല്ലാതെ മറ്റുള്ളവരുടെ ഒന്നും പോയിട്ട് ഇതേപോലെ ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ ATM കാർഡെന്നല്ല, ഏതൊരു RFID NFC കാർഡുകളും നിങ്ങളുടേതല്ലാത്ത പോയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ടെസ്റ്റിംഗ് പർപ്പസിന് നിങ്ങൾ സെപ്പറേറ്റ് ഒരു RFID NFC കാർഡുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.